അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ഷോളയൂർ കടമ്പാറ ഊരിലെ ദീപ കുമാർ ദമ്പതികളുടെ 7 മാസം പ്രായമുള്ള മകൻ കൃഷ്ണവാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ഇക്ബാൽ, ഒരു കുഞ്ഞിന്റെ മരണം അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ്. 3 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ അടുത്ത മരണം നമ്മുടെ മുന്നിലേക്ക് വാർത്തയായി എത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായിരുന്നു ഈ കുഞ്ഞിന്റെ അസുഖം? സുജയ, ഏപ്രിൽ 11-നാണ് അട്ടപ്പാടിയിലെ ആനക്കല്ലൂരിലെ ആദിവാസി ദമ്പതികളുടെ 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ച വിവരം നമ്മൾ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ വീണ്ടും അട്ടപ്പാടിയിൽ ഒരു ആദിവാസി ഊരിലുള്ള ദമ്പതികളുടെ കുട്ടി കൂടി മരിച്ചിരിക്കുന്നു. തുടർച്ചയായി അട്ടപ്പാടിയിൽ ഈ ശിശുമരണം ഇപ്പോൾ പതിവാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് ഷോളയൂർ കടമ്പാറ ഊരിലെ ദീപ കുമാർ ദമ്പതികളുടെ 7 മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത്. കൃഷ്ണൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ജന്മനാൽ തന്നെ അസുഖങ്ങൾ ബാധിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ അട്ടപ്പാടിയിലെ വിവിധ ആദിവാസി ഊരുകളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ആനക്കൽ ഊരിലെ ദമ്പതികളുടെ കുട്ടിക്കാണെങ്കിൽ ഇന്ന് ഷോളയൂർ കടമ്പാറ ഊരിലെ ദീപ കുമാർ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. പ്രസവ സമയത്ത് ഈ കുട്ടിക്ക് 3 കിലോയുടെ അടുത്ത് ഭാരം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ന്യൂമോണിയ ബാധിച്ച് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടിയെ ചികിത്സിച്ചിരുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. സുജയ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.